മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക ഫുട്ബോൾ ആയിരിക്കും അല്ലേ? എന്നാൽ ചരിത്രപരമായ ഒരുപാട് ശേഷിപ്പുകൾ നിലനിൽക്കുന്ന ഒരു നാട് കൂടിയാണ് അരീക്കോട്. അരീക്കോട് ടൗണിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ സഞ്ചരിച്ചാലെത്തുന്ന പ്രദേശമാണ് താഴത്തങ്ങാടി. നമ്മുടെ മലപ്പുറം വലിയങ്ങാടിയിലേതുപോലെ അടുത്തടുത്ത് വീടുകൾ സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദരമായ ഒരു നാട്. അവിടെ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിന്റെ രൂപമാതൃകയിലുള്ള ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മസ്ജിദ് ഉണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ മസ്ജിദിന്റെ ചുവർ ചിത്രങ്ങൾ തേടി മദീന അപ്ഡേറ്റ്സ് നടത്തിയ യാത്രയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിത പള്ളി പഴമ ചോരാതെ തന്നെ ആ നാട്ടുകാർ അതിനെ പരിപാലിച്ചു വരുന്നുണ്ട്. പള്ളിയുടെ അകത്തെ ചുവരിൽ വരച്ചുവച്ച ചിത്രങ്ങളെക്കുറിച്ച് മാദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ജീവനുള്ള ചിത്രങ്ങൾ, അവ എന്തൊക്കെയോ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മക്കയിലെ വിശുദ്ധ ഹറമിൻ്റെയും കഅബയുടെയും മദീനയിലെ മസ്ജിദുൻ നബവിയുടെയും ഹുജറത്തു ഷരീഫിൻ്റെയുമെല്ലാം ഭൂപടം ചുമരുകളിൽ വരച്ചിരിക്കുന്നു. അവിടുത്തെ സ്ഥലങ്ങളെല്ലാം അടിക്കുറിപ്പോടെ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. മക്കയുടെ രൂപരേഖയാണ് ഈ കാണുന്നത്. ഓരോ ഭാഗങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഹിജ്ർ ഇസ്മായിൽ, അതുപോലെ തന്നെ മീസാബ് തുടങ്ങിയിട്ട് ഓരോ ഭാഗങ്ങളും പ്രത്യേകം അടയാളപ്പെടുത്തി വളരെ നല്ല ഭംഗിയിലാണ് ഇത് അവർ വരച്ചിട്ടുള്ളത്. മദീനയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. മദീനയുടെ ഓരോ ഭാഗങ്ങളും സെപ്പറേറ്റ് അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ അന്ന് വന്ന് നിൽക്കുന്ന സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഭരണാധിപന്മാരൊക്കെ വരുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ വടക്ക് തെക്ക് ഭാഗങ്ങൾ, അതിലൂടെയുള്ള കവാടങ്ങൾ, തുർക്കി പട്ടാളക്കാർ വന്നു ചേരുന്ന ഭാഗങ്ങൾ, അങ്ങനെ തുടങ്ങി നബി തങ്ങളുടെ ഖബർ, തൊട്ടടുത്ത് സിദ്ദീഖ് തങ്ങളുടെ ഖബർ, ഉമർ തങ്ങളുടെ ഖബർ, നബി തങ്ങളുടെ റൗളയുടെയും അതുപോലെ തന്നെ മെമ്പറിൻ്റെയും ഇടയിലുള്ള ഭാഗം പ്രത്യേകം അടയാളപ്പെടുത്തി ആ ഹദീസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് എവിടെയൊക്കെയായിരുന്നു മുറ്റങ്ങളായിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങൾ, മിനാരങ്ങൾ എല്ലാം അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മറ്റൊരു ചിത്രത്തിൽ തിരുനബി തങ്ങളുടെ ശമായിൽ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ചിത്രത്തിലേക്ക് നോക്കുന്ന ഒരാൾക്ക് തിരുനബിയുടെ ഏകദേശ രൂപം മനസ്സിലേക്ക് ആവാഹിക്കാൻ സാധിക്കും. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ട പല ചിത്രങ്ങളുടെ ഉള്ളിലും അല്ലാതെയും പുറത്ത് തനിച്ചും ഇത്തരത്തിൽ ശമായിലുൻ നബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കയുടെ ചിത്രം, അതിൻ്റെ നേരെ മേലെ നമ്മൾ കണ്ടതുപോലെയുള്ള ശമായിലുകൾ ഒന്നുകൂടി വ്യക്തമായിട്ട് വലിയ അക്ഷരത്തിൽ വലിയ എഴുത്തിലാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഹിജറ വർഷം 1306 ആഷൂറ ദിനത്തിൽ മുഹയ്യിദ്ദീൻ എന്നയാളാണ് ഇത് എഴുതിയതെന്ന് വാതിലിന് മുകളിൽ അറബിയിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ചിത്രങ്ങൾക്ക് 140 വർഷം മുമ്പത്തെ പഴക്കമുണ്ടെന്ന് അനുമാനിക്കാം. ഈ എഴുത്തിൻ്റെ ഉദ്ദേശങ്ങളും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദാണ് ഇത്ര വളരെ ഭംഗിയായി കാലിഗ്രഫി ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നതാണ് വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടത്. അതിൽ ആരാണ് അത് എഴുതിയത് എന്നും എന്തിനു വേണ്ടിയാണ് അത് എഴുതിയതെന്നും എന്താണ് മേലിൽ എഴുതി വെച്ചത് എന്നും വളരെ വ്യക്തമായി ഈ ബൈത്തിലൂടെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. നല്ലപോലെ നിങ്ങളിത് നോക്കണം, നോക്കി കണ്ടെത്തി ഇത് തൗഹീദ് കലിമത്ത് തൗഹീദാണ്, അത് പറയുന്ന ആളുകളെ ശാശ്വതമായ നരകവാസത്തിൽ നിന്നും രക്ഷിക്കുന്ന വാക്യമാണ്. ഞാനിത് എഴുതി വെച്ചത് എൻ്റെ പാപങ്ങളൊക്കെ നോക്കുന്നവർ പുറത്തു തരാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അതിനുശേഷം മുഹയ്യിദ്ദീൻ എന്നു പേരുള്ള ആളാണ് ഇത് കൊത്തിവെച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ നാമങ്ങളും അവിടെ ഉല്ലേഖനം ചെയ്തു വെച്ചിട്ട് ശേഷം റഫഅതു ഖലമി യൗമൽ ഇസ്നീനി യൗമ അശൂറ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു മുഹറം 10 അന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഇത് എഴുതി വെച്ചത്. ഹിജ്റ വർഷം 1306 എന്നും അക്കത്തിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 140 കൊല്ലങ്ങൾക്ക് മുമ്പാണ് എന്ന് നമുക്ക് റൗണ്ട് ചെയ്തുകൊണ്ട് പറയാൻ പറ്റും. ഈ എഴുത്തുകൾക്ക് അത്രയും കാലപ്പഴക്കമുണ്ട് എന്നർത്ഥം. കപ്പലിൻ്റെ മാതൃകയാണ് മറ്റൊരു ആകർഷണീയത. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലേക്ക് സൂചന നൽകുന്ന അവ രേഖപ്പെടുത്തിയ 5 പായകളാണ് കപ്പലിനുള്ളത്. ഖദരിയത്ത് എങ്ങനെയാണ് നിലനിൽക്കേണ്ടതെന്നും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പായക്കപ്പലാണ്. ഇതിൻ്റെ ആദ്യത്തെ പായയുടെ ഒരു ഈ ലീഫായിട്ട് ചുമരിൽ കൊത്തിവെച്ചിട്ടുള്ളത് ത്വരീഖത്തുൽ ഖാദിരിയ അലി ശൈഖ് മുഹയ്യിദ്ദീൻ ജീലി റഹിമഹുല്ല എന്നതാണ്. എന്നിട്ട് ബാക്കി 5 പായകൾ, ഒന്ന്
ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ. രണ്ടാമത്തേത് തുഖീമുസ്സല. മൂന്നാമത്തത് സക്കാത്ത്. 4 ഹജ്ജ്, റമദാൻ മാസം നോമ്പ് നിൽക്കുന്നത്. 5 ഹജ്ജ്. ഓരോന്നിൻ്റെയും നേരെയുള്ള ഓരോ ലീഫുകളിലും ഷഹാദത്ത് കലിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒന്നാമത്തെ പായയിൽ ചുറ്റും എഴുതി വെച്ചിട്ടുള്ളത്. നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊട്ടടുത്തതിൽ, ശേഷം സക്കാത്തുമായി ബന്ധപ്പെട്ട മസലകൾ, ശേഷം റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശേഷം ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ഒരു പായയുടെ ചുറ്റും എഴുതി വെച്ചിട്ടുണ്ട്. താഴെയുള്ള ഈ നേരെയുള്ള വരികൾ അത് മുഴുവനും ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഓരോന്നും മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നത്, അന്ത്യനാളിനെ കൊണ്ട് വിശ്വസിക്കുന്നത്, കിതാബുകളിൽ വിശ്വസിക്കുന്നത്, മലായിക്കത്തുകളിൽ വിശ്വസിക്കുന്നത്, ഓരോരും അറബി മലയാളത്തിലും അറബിയിലുമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. തുടർന്ന് മുർസലീങ്ങളെ പറ്റി പറയുന്നിടത്ത് മുത്തുനബിയുടെ ദീന് ശരിയായി നടത്താൻ ഖിയാമം വരെ ഔലിയാക്കൾ ഉണ്ടെന്നും മുർസൽ 313 ആണെന്നും ആകെ അംബിയ 100,024,000 ആണെന്നും വിശ്വസിക്കണം എന്നും, മുർസലീങ്ങളെ വിശ്വസിക്കണം എന്ന് പറയുന്നതിൻ്റെ ഇടയിലായി അവിടെ എഴുതി വെച്ചതായിട്ട് കാണുന്നത് മുത്തുനബീൻ്റെ ദീന് ശരിയായി നടത്താൻ ഖിയാമം വരെ ഔലിയാക്കൾ ഉണ്ടെന്നും മുർസൽ 313 എന്നും ആകെ അംബിയ 100,024,000 ആണെന്നും എന്ന് എഴുതി വെച്ചതായിട്ട് കാണാം. താഴെയുള്ളതും അതുപോലെ ബന്ധപ്പെട്ട ഒരു ഇസ്ലാം എന്താ എന്ന് ഒരു ഖാദിരിയ ത്വരീഖത്ത് വഴി ശരിക്ക് പ്രതിഫലിപ്പിച്ച ഒരു നിർമ്മിതിയാണ് ഈ ചിത്രം മുഴുവനായിട്ടും. ഇമാം അഹ്മദ് ബദവി തങ്ങളുടെ സ്വലാത്തുൻ നൂറാനിയയും നിസ്കാര സമയം നിർണയിക്കാനുള്ള ബൈത്തുകളും 12 രാശികളുമെല്ലാം നൽകിയിരിക്കുന്നു. ഇതിലൂടെ ഉദയമടക്കമുള്ളതും നിസ്കാര സമയങ്ങളും അടിക്കണക്കനുസരിച്ച് ഓരോ ദിവസവും നിർണയിക്കാൻ സാധിക്കും. പഴയ കാലത്ത് ഓത്തുപള്ളികളിലൊക്കെ നമ്മുടെ വല്യമ്മമാരും അവരൊക്കെ ഇപ്പോഴും പ്രായമുള്ളവരൊക്കെ പാടിത്തരുന്ന ഒരു ബൈത്താണ് ഏറ്റവും മേലെ, മേടം വച്ചിങ്ങം രണ്ടിലും സമാനിയ എന്ന് തുടങ്ങുന്ന ബൈത്ത്. അടിക്കണക്കാണ്, നിസ്കാരത്തിൻ്റെ അടിക്കണക്കാണ് അതിൽ പരാമർശിക്കുന്നത്. ഓരോ രാശികളിലും ഹംലി, സൗറ്, ജൗസ്, സർത്താൻ, അസദ്, സുംബുല്, മീസാൻ, അഖറബ് എങ്ങനെ തുടങ്ങി ഓരോ 12 രാശികളിലും ഓരോ നിസ്കാരങ്ങളും ഉദയവും അടക്കം എത്ര അടി കണ്ട് കണക്കാക്കണം എന്നത് വളരെ വ്യക്തമായി ചാർട്ട് രൂപത്തിൽ എഴുതി മനോഹരമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇതിൽ നമുക്ക് അന്ന് മനസ്സിലാകുന്നത് ഇതൊക്കെ അവർക്ക് ബൈഹാട്ടായിരുന്നു, ഈ അറബിയിൽ അവരെഴുതി വെച്ചത് തന്നെ അവർക്ക് അറിയാമായിരുന്നു എന്നതുകൂടി ഇത് നമ്മളെ സൂചിപ്പിച്ചു തരുന്നുണ്ട്. പഴയ കാലത്ത് പണിത ക്ലോക്ക്, മിമ്പർ, തൂണുകൾ, മേൽത്തട്ട്, ഹൗല് തുടങ്ങിയവ ഈ പള്ളിയുടെ മറ്റാകർഷണീയതകളിൽ പെട്ടതാണ്. മഅദിൻ അക്കാദമിയിലെ ബിരുദധാരി ഹാഫിൽ ബിഷർ ആദനി കാവനൂരിന്റെ നേതൃത്വത്തിൽ ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയവർക്കായി സുഹ്ഫ ദഅവ കോളേജ് ഈ പള്ളിയിൽ നടന്നുവരുന്നു. ഇനിയും നമുക്ക് ആ ചുവരുകളെ കേൾക്കണം, അവ മാലോകരെ കേൾപ്പിക്കണം. അങ്ങനെ ആ ചുവരുകൾ ചിരിക്കണം. അരീക്കോട് താഴത്തങ്ങാടിയിൽ നിന്നും ടീം മഅദിൻ അപ്ഡേറ്റ്സ്.